എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കൊച്ചു ടിപ്പുകൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഗാർഡനിങ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ടിപ്പുകളൊക്കെ എപ്പോഴും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഒരെണ്ണെങ്കിലും പറഞ്ഞു തരണ്ടേ, അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ടിപ്പ് ഞാൻ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഒരു വീഡിയോ ആക്കാനുള്ള സബ്ജക്റ്റ് ഒന്നുമില്ല, എന്നാലും നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ അറിയാത്തവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. നമ്മൾ സാധാരണ വീട്ടിൽ പയർ, പരിപ്പ്, കടല ഇതൊക്കെ നമ്മൾ കുതിർത്തിട്ടാണ് കറി വയ്ക്കാനായിട്ട് എടുക്കാറ് അല്ലേ. അപ്പോൾ പരിപ്പൊക്കെ 2-3 മണിക്കൂറൊക്കെ കുതിർത്ത് കഴിഞ്ഞിട്ട് എടുക്കുന്ന സമയത്ത് ആ ഒരു വെള്ളം നന്നായിട്ട് നമ്മൾ വാറ്റിയെടുക്കുക. അത് നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫെർട്ടിലൈസറാണ് അത്. അപ്പോൾ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിന് എന്തൊക്കെ ഫെർട്ടിലൈസറാണോ ഒഴിക്കാൻ പറ്റുക ചേച്ചി എന്ന് കുറേ പേരുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ഇപ്പോൾ ചില ഫെർട്ടിലൈസറുകളൊക്കെ നമ്മൾ പുറത്തൊഴിക്കുന്ന പോലെ വീടിൻ്റെ ഉള്ളിലുള്ള ചെടികൾക്കൊന്നും അധികം ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പം സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ പരിപ്പ് കഴുകിയ വെള്ളം, അതുപോലെ കടല, പയർ, ചെറുപയർ ഇതൊക്കെ നമ്മൾ കുതിർത്തിട്ട് കിട്ടുന്ന ആ ഒരു വെള്ളമല്ലേ, അത് നന്നായിട്ട് വാറ്റിയെടുത്തിട്ട് നമ്മുടെ ചെടികൾക്ക് നനയ്ക്കുന്നതിന് പകരം ഇത് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അരി കഴുകുന്ന വെള്ളം അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നല്ല വളർച്ച ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ മുട്ട പുഴുങ്ങുമ്പോൾ ആ ഒരു വെള്ളമല്ലേ, അതും നമുക്ക് ഇങ്ങനെയുള്ള പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിന് നല്ല പുറത്തുള്ളതിനും ചെയ്യാം, പക്ഷേ അത് നമുക്ക് ഏത് വളം വേണമെങ്കിലും പുറത്തുള്ളതിന് ഇട്ട് കൊടുക്കാൻ പറ്റും. അകത്ത് നമ്മൾ മണി പ്ലാന്റോ കറ്റാർവാഴ അങ്ങനെയുള്ള ചെടികളൊക്കെ വെക്കുമ്പോൾ അതിന് ഉള്ളിൽ മറ്റേ ഡ്രൈ ആയിട്ടുള്ള ഫെർട്ടിലൈസർ മോഡൽ വേറെയൊക്കെ ചെയ്തിട്ട് ഒഴിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് നമ്മുടെ വീടിൻ്റെ അകത്തായതുകൊണ്ട് തന്നെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു അരി കഴുകിയ വെള്ളം, ഇതുപോലത്തെ പയറുകളൊക്കെ കഴുകിയിട്ടുള്ള വെള്ളം, പിന്നെ മുട്ട പുഴുങ്ങിയിട്ടുള്ള ആ ഒരു വെള്ളം. അതൊക്കെ നമ്മൾ എപ്പോഴും സാധാരണ ഒഴിച്ച് കളയാണ് ചെയ്യുക. അതൊക്കെ നിങ്ങൾ ഇനി തൊട്ട് ഇങ്ങനെ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ പീൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു തൊലിയില്ലേ, അതും നമുക്ക് കുറച്ച് മണിക്കൂർ കഴിയണമെങ്കിൽ ഒരു ദിവസം ഒക്കെ വയ്ക്കുക. അപ്പോൾ ഒരു ദിവസം അങ്ങനെ വയ്ക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ബാഡ് സ്മെല്ലൊന്നും വരില്ല. അപ്പോൾ അതും നമുക്ക് ഇതുപോലെ ഇൻഡോർ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ മണി പ്ലാന്റൊക്കെ കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളം മാറ്റുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ലക്കി ബാമ്പു, ഇതിനൊക്കെ നമുക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പാലൊക്കെ ഇടയ്ക്ക് തിളപ്പിക്കുന്ന സമയത്ത് പിരിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ പിരിയുമ്പോൾ നമ്മൾ അതൊന്ന് അരിച്ചിട്ട് ആ ഒരു വെള്ളമല്ലേ, വെറുതെ കളയുന്നതല്ലേ, ആ ഒരു വെള്ളം മാത്രം എടുത്തിട്ട് ഇതുപോലെ പ്ലാന്റ്സിന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും നല്ലൊരു വളമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എപ്പോഴും വേസ്റ്റാക്കി കളയുന്ന കാര്യങ്ങളാണ്. ശ്രദ്ധിക്കാതെ വിടുന്ന ഈ ഒരു കൊച്ചു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പരിപ്പ്, പയറൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ കിച്ചണിൽ എപ്പോഴും എടുക്കുമ്പോൾ ആ സമയത്ത് ആ വെള്ളം വീടിൻ്റെ ഉള്ളിലുള്ള പ്ലാന്റ്സിന് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനങ്ങനെ ഒഴിക്കാൻ വേണ്ടി എടുത്തപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നതാണ് മനസ്സിലേക്ക് ഇതൊരു വീഡിയോ ആക്കാമെന്നുള്ളത്. അപ്പോൾ ആരൊക്കെ എന്നോട് ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു കൊച്ചറിവ് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്കത് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതൊന്നും വെറുതെ കളയേണ്ട. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരുപാട് കൊച്ചു അറിവുകൾ നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. ഒരുപാട് പേര് എന്നോട് കമൻറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ടായിരുന്നു, കറ്റാർവാഴയുടെയൊക്കെ ടിപ്സ് ട്രൈ ചെയ്തിട്ട് ഇപ്പോൾ നന്നായിട്ട് കറ്റാർവാഴ വളരുന്നുണ്ട്, അതിൽ തൈക്കളൊക്കെ വന്നു, താങ്ക് യു ചേച്ചി എന്നൊക്കെ. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ വളരെ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇനിയും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ കണ്ടു നോക്കുക, ട്രൈ ചെയ്യുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.